ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2000-ലെ ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ബീച്ച് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ടൈറ്റാനിക്കിലെ ഹീറോ ആയിട്ടുള്ള ലിയനാർഡോ ഡിക്കാപ്രിയോ, പുള്ളി അറിയാത്ത ആരുമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതേ ആക്ടർ തന്നെയാണ് ഈ മൂവിയിലും, കുറച്ച് ചെറുപ്പമായിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇനി പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? എനിക്കും യാത്ര ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്, പക്ഷെ അധികം അങ്ങനെ യാത്ര പോയിട്ടില്ല. ഈ കഥയിലെ നമ്മുടെ ഹീറോയ്ക്കും യാത്ര ചെയ്യാനായിട്ട് വലിയ ആഗ്രഹമാണ്. ഈ തിരക്ക് നിറഞ്ഞ സിറ്റി ജീവിതത്തിൽ നിന്നും ശാന്തമായിട്ടുള്ള അധികം ആളുകളൊന്നും വരാത്ത നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് അവനും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസമാണ് ഹീറോ ഒരു മറഞ്ഞിരിക്കുന്ന ഐലൻഡിനെ പറ്റി അറിയുന്നത്. അങ്ങനെ അവിടേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്ത ഹീറോ ആ ദ്വീപിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിന് തുല്യമായിട്ടുള്ള ആ ഒരു ദ്വീപിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ടെന്നും അവൻ മനസ്സിലാക്കും. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നാണ്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂവി കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അധികമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതെല്ലാം മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? ഓക്കെ, സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക്. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള റിച്ചാർഡിനെയാണ് കാണിക്കുന്നത്. അവനൊരു നല്ല സഞ്ചാരിയാണ്. ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിലും അവ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ അവസാനമായിട്ട് റിച്ചാർഡ് വന്നിട്ടുള്ളത് തായ്ലൻഡിലാണ്. ഇപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ അവ യാത്ര ചെയ്തെങ്കിലും ഇപ്പോഴും അവന്റെ ലൈഫ് ഭയങ്കര ബോറായിട്ട് അവന് തോന്നുന്നു. എന്നാലും അവന് മറക്കാൻ കഴിയാത്ത ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തായ്ലൻഡിലും അവൻ വന്നതിന് ശേഷം ഒരു സാധാരണ ലോക്കലായിട്ടുള്ള റൂമാണ് അവൻ ബുക്ക് ചെയ്യുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള റൂമിലുള്ള ആളുകളുടെ ശബ്ദം കേൾക്കാം. അവന് കുറച്ചുകൂടി താല്പര്യം, അതുപോലെ അവന് താമസിക്കാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഇതുപോലുള്ള മുറികളാണ്. അങ്ങനെ ഒരു ദിവസം അവൻ വെളിയിൽ പോയിട്ട് തന്റെ റൂം തുറക്കാൻ വേണ്ടി ഡോറിനടുത്തേക്ക് വരുമ്പോൾ അവൻ ആ ഒരു ഡോർ എങ്ങനെ തുറക്കണമെന്ന് പോലും അറിയത്തില്ല, മറന്നുപോയി. അപ്പോഴാണ് അടുത്തുള്ള റൂമിൽ നിന്നൊരു പെണ്ണ് അവിടേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക, ഫ്രാങ്കോയിസായി. നമുക്ക് ഫ്രാങ്ക് എന്ന് തന്നെ വിളിക്കാം. ഇപ്പൊ അവള് വന്നിട്ട് ആ ഒരു ഡോർ എങ്ങനെയാണ് തുറക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ കാണുമ്പോൾ അവൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോയിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് എറ്റനി. എളുപ്പത്തിന് നമുക്ക് എറ്റെന്ന് വിളിക്കാം. അങ്ങനെ അവരോട് ടാങ്ക്സ് എല്ലാം പറഞ്ഞ് ഹീറോ നേരെ റൂമിലേക്ക് വന്ന് കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്കും അടുത്തുള്ള റൂമിൽ കുറച്ചുപേര് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറോയിന്റെ മുറിയിൽ അവളും അവളുടെ ബോയ് ഫ്രണ്ടും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് സത്യം പറയാലോ അവനെ കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എന്നാലും ചെറിയൊരു ദേഷ്യത്തിലേ അവൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് മറ്റൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം അവിടെ സംഭവിക്കുന്നത്. അടുത്തുള്ള റൂമിൽ നിന്നും ഒരാള് ആ ജനാലയുടെ വലയെല്ലാം വലിച്ചു കയറി ഹീറോയുടെ റൂമിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് നീ ആരാണെന്ന് ചോദിച്ച് എഴുന്നേറ്റ് അവനോട് സംസാരിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, ഹേ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ പേര് ഡെർഫി എന്നാണ്, ഞാൻ നിന്നെ പോലെ ഒരു സഞ്ചാരിയാണ്. ഇപ്പോൾ നിന്നോട് ഞാനൊരു രഹസ്യം പറയാൻ പോവാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതുമല്ല അവൻ ഈ കഞ്ചാവെല്ലാം വലിക്കുന്നതുകൊണ്ട് ഹീറോ വിചാരിക്കും ഇവൻ ഈ കഞ്ചാവെല്ലാം വലിച്ചിട്ട് എന്തൊക്കെയോ മണ്ടത്തരം പറയുവാണെന്ന്. ഇപ്പോൾ ഡർഫി പറയുന്നത് വേറൊന്നുമല്ല, ഈ ലോകത്തിൽ തന്നെ സ്വർഗം പോലെയുള്ള സ്ഥലമുണ്ട്, അതൊരു ബീച്ച്. അതിനെപ്പറ്റിയാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. അവിടെയുള്ള വെള്ളം കണ്ണാടി പോലെ ഉണ്ടാവും, മറ്റാരുമില്ലാതെ വേറൊരു മനുഷ്യരുടെ ശല്യമില്ലാത്ത സ്വർഗത്തിന് തുല്യമായിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്തേക്ക് നീ പോണം എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ കഞ്ചാവെല്ലാം വലിച്ചിട്ട് എടുത്ത് നിൽക്കുമ്പോൾ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കാന്നാണോ? ഒരിക്കലുമില്ല. ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വലിച്ച് ഇപ്പോൾ ഹീറോയും ഉറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ വെളിയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഡോർ തുറക്കുമ്പോൾ ആ ഡോറിൽ ഒരു മാപ്പ് ഇരിക്കുന്നു. എടുത്തു നോക്കുമ്പോൾ അത് ഡർഫി ഉണ്ടല്ലോ, ഇന്നലെ അവനോട് സംസാരിച്ച അവൻ വെച്ചിട്ട് പോയ ആ ഒരു മാപ്പാണ്. അതും അവൻ പറഞ്ഞ ആ ഒരു ഐലൻഡിലേക്കുള്ള മാപ്പ്. ഇനിയിപ്പോൾ അവൻ ഇന്നലെ പറഞ്ഞത് ശരിയായിരിക്കോ എന്ന് വിചാരിച്ച് ഹീറോ അവനോട് ചെന്ന് ചോദിക്കാന്ന് വിചാരിച്ച് അവന്റെ റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ ഡർഫി അവൻ സൂയിസൈഡ് ചെയ്തേക്കുന്നു. ഇപ്പൊ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഭാഗത്ത് എന്തായാലും തെറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, സാർ ഇന്നലെ ഇതുപോലെ എന്റെ റൂമിലേക്ക് എത്തി നോക്കി എന്നോട് എന്തൊക്കെയാ പറഞ്ഞു, ഞാൻ പിന്നെ അത് വലിയ രീതിയിൽ കാര്യമാക്കില്ല, ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഹീറോയിനെ പറ്റി ചിന്തിക്കും. എന്നിട്ടാണ് അവരോട് ഈ കാര്യം പറയാമെന്ന് പറഞ്ഞ് നേരെ എറ്റിനെയും ഫ്രാങ്കിനെയും കാണാനായിട്ട് അവൻ പോവാണ്. എന്നിട്ട് അവരോട് ഈ കാര്യം പറയുന്നുണ്ട്, എനിക്കിതുപോലെ ഒരു ദ്വീപിനെ പറ്റി അറിയാം, സ്വർഗത്തിന് തുല്യമായിട്ടുള്ളൊരു ദ്വീപ്. ആ ദ്വീപിന്റെ മാപ്പ് എനിക്കുണ്ട്. ഈ സഞ്ചാരികൾക്കൊന്നും അറിയാത്ത മറിഞ്ഞിരിക്കുന്നൊരു ദ്വീപ്, അവിടേക്ക് എന്നോടൊപ്പം പോകാനായിട്ട് നിങ്ങൾ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് എന്തായാലും ഇവർക്ക് വിശ്വാസമാണ്. കാരണം അവൻ അത്രയും യാത്ര ചെയ്ത ഒരാളാണല്ലോ. ഇപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള യാത്രേനെയും കാട്ടി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും ഹീറോയോട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ സ്ഥലത്ത് നിന്ന് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്യണം. ദിവസം ഒരു 500 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവർ 3 പേരും ഇപ്പോൾ വണ്ടിയില്, ബസ്സില്, അതേപോലെ തന്നെ ബോട്ടില്, ട്രെയിനില് ഇങ്ങനെ മാറി മാറി ഒരുപാട് ദിവസത്തെ യാത്ര അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ യാത്ര ചെയ്തിട്ട് അവർ 3 പേരും അവസാനം എത്തുന്നത് മറ്റൊരു ദ്വീപിലേക്കാണ്.
ഇപ്പൊ ഇവിടെ നിന്നും ഈ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ദ്വീപിലേക്ക് പോകണം. അതിനുവേണ്ടി ഇവർ മൂന്നുപേരും പ്ലാൻ ചെയ്യുമ്പോൾ ഹീറോ പറയുന്നത് ആ ദ്വീപിലേക്ക് പോകാനായിട്ട് നമുക്ക് എളുപ്പം കഴിയത്തില്ല. കാരണം അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ബോട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടേക്ക് പോകേണ്ട ഒരേ ഒരു മാർഗം വെള്ളത്തിലൂടെ നീന്തി മാത്രമേ നമുക്ക് ആ ഒരു ദ്വീപിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടി തയ്യാറാവണമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ ഇവർ അവിടെ ചീപ്പായിട്ടുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെയുള്ള മുറികളാണല്ലോ ഹീറോ ഇതിനു മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത്തവണയും ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അത് അറിയാത്തതല്ല, പകരം അതിന്റെ കീ തന്നെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോ വെളിയിൽ നല്ല മഴയും പെയ്യുന്നതുകൊണ്ട് റൂമിനകത്തേക്ക് കയറിയില്ലാന്നുണ്ടെങ്കിൽ വെളിയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവന്റെ റൂമിനടുത്തായിട്ട് തന്നെ മറ്റൊരു റൂമുണ്ട്. അവിടെ ഈ രണ്ടുപേര് ഹീറോയെ കണ്ടിട്ട് എന്തു പറ്റി ബോസ്, ഡോർ തുറക്കാൻ കഴിയുന്നില്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു രാത്രി ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവര് രണ്ടുപേരും ഈ സർഫിംഗ് ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെയുള്ള ആളുകളാണ്. അങ്ങനെ അവര് രണ്ടുപേരോട് സംസാരിച്ചിരിക്കുമ്പോൾ അവര് സിഗരറ്റ്, അതേപോലെ തന്നെ കുടിക്കാനായിട്ട് മദ്യം, ബിയർ ഇതെല്ലാം ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം സംസാരിച്ച ഹീറോ അവൻ പോകാൻ വന്ന ഒരു ഐലൻഡിനെ പറ്റി ഇവരോട് പറയുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇപ്പോ കുടിച്ചിട്ട് എന്തൊക്കെയോ പറയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദ്വീപിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെറും മിത്തല്ലേ എന്നെല്ലാം പറഞ്ഞ് അന്ന് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങി. രാവിലെ തന്നെ ഹീറോ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കുന്നുണ്ട്. കാരണം ആ ഒരു ദ്വീപിലേക്ക് ഇന്നാണ് പോകേണ്ടത്. അതുപോലെ പോകുന്നതിന് മുന്നേ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു മാപ്പിനെ പോലെ മറ്റൊരു മാപ്പും ഈ രണ്ടുപേർക്ക് വേണ്ടി വരച്ചിട്ട് അവരുടെ ആ ഒരു ഡോറിനടുത്ത് വെച്ചിട്ടാണ് ഹീറോ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്നുപേരും ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇപ്പോ ഒരു ബോട്ടും എടുത്ത് അങ്ങനെ പോവാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു ഐലൻഡിലേക്ക് ഇവരെ കൊണ്ട് ഇറക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്നും നീന്തിയിട്ട് വേണം ആ ഐലൻഡിലേക്ക് ഇവർക്ക് പോകാനായിട്ട്. അങ്ങനെ ഇവര് മൂന്നുപേരെയും ആ ദ്വീപിലേക്ക് ഇറക്കി വിട്ടിട്ട് ആ ബോട്ടുകാരൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഇവര് മൂന്നുപേരും ഇന്ന് രാത്രി ഈ ദ്വീപിൽ വേണം കഴിയാനായിട്ട്. അതുകൊണ്ട് തീയെല്ലാം കൂട്ടിയിട്ട് രാത്രിയിലെ എല്ലാവരും ആഹാരം എല്ലാം കഴിക്കുന്നു. ഇപ്പോ ഹീറോയുടെ മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും അടുത്ത ദിവസം ആ ഒരു ദ്വീപിലേക്ക് പോകണം. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ്. അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പോഴാണ് അടുത്ത് ഒരു ശബ്ദം കേട്ടിട്ട് അവ എഴുന്നേൽക്കുന്നത്. വേറെ ഒന്നല്ല, ഹീറോയിൻ തന്റെ ക്യാമറ ഉപയോഗിച്ച് ആകാശത്ത് ഈ നക്ഷത്രങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് കാണുന്ന ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് അവളോട് സംസാരിക്കും. ഇത്രയും വലിയൊരു യൂണിവേഴ്സിലെ എവിടെ ഒരിടത്താണ് നമ്മളും ഉള്ളത്, നമ്മളെപ്പോലെ തന്നെ ഒരു ഭൂമി ഉണ്ടാവും, അവിടെ നമ്മളെപ്പോലെ വേറെ ആളുകളുണ്ടാവും എന്നല്ലേ ഇവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മൂന്നുപേരും കണ്ണു തുറന്ന് അവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ആ ഒരു ദ്വീപിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്. എന്താന്ന് വെച്ചാൽ കുറെ ദൂരം നോക്കുമ്പോഴത്തേക്കും ആ ദ്വീപ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്തുള്ളതുപോലെ തോന്നും. നീന്തുമ്പോഴാണ് ആ ദൂരം ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്തായിട്ട് തോന്നും, പക്ഷേ നീന്തി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എറ്റ് ചോദിക്കും, അല്ല അത്ര കാര്യമായിട്ട് നമുക്ക് ഇവിടേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും പോയി നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു മിത്തായിട്ട് മാത്രം മാറും. അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും ആ ദ്വീപിലേക്ക് എത്താമെന്ന് പറഞ്ഞ് ഹീറോ ആദ്യം തന്നെ നീന്താൻ തുടങ്ങാണ്. അപ്പോൾ കൂടെ അവർ രണ്ടുപേരും നീന്തുന്നുണ്ട്. അപ്പോൾ നീന്തി തുടങ്ങുമ്പോഴത്തേക്കും ദൂരം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം നീന്തുന്നു നീന്തിക്കൊണ്ടേ ഇരിക്കുന്നു, ഒരിക്കലും എത്തുന്നില്ല. എന്തായാലും തുടങ്ങിയല്ലോ, അതുകൊണ്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് മൂന്നുപേരും നീന്തി അവസാനം ആ ഒരു ദ്വീപിലേക്ക് എത്തും. ഇപ്പോ ആകാശത്ത് നിന്നും ഈ ഒരു ദ്വീപിനെ നമുക്ക് കാണിച്ചു തരാണ്. അത്രയും വലിയൊരു ദ്വീപ്, ചുറ്റിനും മലകളും നല്ല രീതിയിലുള്ള പച്ചപ്പും, കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദ്വീപ്. അങ്ങനെ ആ സന്തോഷത്തിൽ ഇവർ മൂന്നുപേരും ആ ദ്വീപിനുള്ളിലേക്ക് കയറി ഒരിടത്ത് എത്തുമ്പോഴാണ് ഒരു വലിയ കാര്യം കണ്ട് ഇവർ മൂന്നുപേരും ഞെട്ടുന്നത്. വേറൊന്നുമല്ല, ആ ദ്വീപ് നിറയെ കഞ്ചാവ് ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നു. ഈ കഞ്ചാവ് വലിക്കുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എന്തായാലും വലിയ സ്വർഗം പോലെ തോന്നും. എന്തായാലും അത് യൂസ് ചെയ്യാത്തതാണ് ബെറ്റർ. ഇപ്പൊ ഇവര് മൂന്നുപേരും ആ ഒരു കഞ്ചാവ് ചെടികൾക്ക് നടുവിൽ നിന്നിട്ട് നീ പറഞ്ഞതുപോലെ ഇതൊരു സ്വർഗമാണെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കാണ്. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു മരത്തിന് മുകളിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നു. ഹീറോ ഈ കുരങ്ങനെ കാണും. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ആ കുരങ്ങന്റെ കഴുത്തിൽ നിന്ന് ഒരു ചങ്ങല താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുരങ്ങനെ ഇവിടെ കെട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും ഉണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ചങ്ങലയുടെ പിടി എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് താഴെയായിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുമല്ല, അയാളുടെ കയ്യിലാണെങ്കിലോ തോക്കിരിക്കുന്നു. ഇത് കണ്ട ഹീറോ പുറകിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ആ കുരങ്ങ് പെട്ടെന്ന് ശബ്ദം ഉണ്ടാകും. ഇത് കാരണം ഹീറോ ഓടി വന്ന് എറ്റിനെയും അതേപോലെ തന്നെ ഹീറോയിനെ പിടിച്ചിട്ട് ആ ഒരു ചെടികൾക്കിടയിലായിട്ട് കിടക്കുമ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റിനും നോക്കാണ്. പക്ഷെ ഇവരെ കാണുന്നില്ല. കുറച്ചു നേരം അങ്ങനെ സേഫായിട്ട് കിടക്കുന്നതും അയാൾ ആ ഒരു കുരങ്ങിനെ അഴിച്ചുവിടും. ഇപ്പൊ ആ ഒരു കുരങ്ങാണെങ്കിലോ പതിയെ നടന്ന് ഇവരുടെ അടുത്തേക്ക് വരും. അതുമല്ല, ഇവിടെ നിന്ന് എഴുന്നേറ്റവനാണെങ്കിലോ അവന്റെ കൂടെ വേറെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരെയും ഇവിടേക്ക് വിളിക്കാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ദ്വീപിൽ ആരും ഇല്ലാന്ന് പറഞ്ഞത് വെറുതെയാണ്, ഈ ദ്വീപിൽ ആളുണ്ട്. അപ്പൊ ഈ കുരങ്ങൻ ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നതും ഇപ്പൊ കാണുന്നുള്ള അവസ്ഥയാകുമ്പോൾ ഹീറോ തന്റെ കയ്യിലുള്ള ആ വെള്ളം എടുത്ത് അതിന്റെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ആ ഒരു കുരങ്ങൻ അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇവർ മൂന്നുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു വശത്തേക്ക് ഓടി ഒരു ചെറിയ പുഴയുണ്ട്, അതിനടുത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പെട്ടുപോയി, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കുമ്പോൾ ഹീറോ പറയും എന്തായാലും നമ്മൾ റിസ്ക് എടുത്ത് ഇവിടെ വരെ വന്നു. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബീച്ച് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക്
വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഈ കാടിനുള്ളിലൂടെ ഇവരെ രണ്ടുപേരെയും കൂട്ടി കുറേ ദൂരം പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു വെള്ളച്ചാട്ടം എത്തുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങും എന്ന് ഹീറോയിൻ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഇതിലിപ്പോ ആലോചിക്കാൻ എന്താ, ദേ കണ്ടു എന്ന് പറഞ്ഞ് അവള് പുറകിലേക്ക് പോയിട്ട് ഓടി വന്ന ആ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അങ്ങനെ താഴേക്ക് വീണിട്ട് അവള് മുകളിലേക്ക് വന്ന് ഇവരോട് പറയും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളും ചാടാൻ പറയുമ്പോൾ ഹീറോയും മറ്റും കൂടെ എടുത്ത് ചാടുന്നുണ്ട്. അപ്പൊ ഇവര് മൂന്നുപേരും വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഹേയ് നല്ല രസമായിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരുത്തൻ ഇവരെ നിന്ന് കാണുന്നുണ്ട്. ഇപ്പൊ അവൻ പെട്ടെന്ന് കൈ കാണിച്ചിട്ട് ഇവരോട് പറയും അവന്റെ പേര് കിറ്റി എന്നാണ്. ഇപ്പൊ അവൻ കൈയടിച്ചിട്ട് പറയും, കുഴപ്പമില്ലല്ലോ, ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നിങ്ങളത് നല്ലതുപോലെ ചെയ്തല്ലോ, എന്തായാലും വാ കയറി വാന്ന് പറഞ്ഞ് അവര് മൂന്നുപേരെ കൂട്ടിയിട്ട് അടുത്തുള്ള കാടിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇവര് മൂന്നുപേരും അവനോടൊപ്പം പോകുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോഴാണ് മൂന്നുപേരും നല്ല ഹാപ്പി ആവുന്നത്. വേറൊന്നുമല്ല, ഈ ദ്വീപിനുള്ളിലെ കുറച്ചധികം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പുറം ലോകത്ത് നിന്നും ഇവിടേക്ക് വന്നവരാണ്. എന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. സത്യത്തിൽ ഹീറോ വിചാരിച്ചിരുന്നത് ഇവിടെയുള്ള എല്ലാവരും ഈ ഗുഹകളിലാണ് ജീവിക്കുന്നതെന്നാണ്. പക്ഷേ അവരിവിടെ വീട് മറ്റു കാര്യങ്ങളെല്ലാം നിർമ്മിച്ച് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അത് ഒരുപാട് വർഷമായിട്ട് ഇവരെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരുടെ ലീഡറായിട്ടുള്ള ലേഡിയുണ്ട്, അവളുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോയെ കൊണ്ടുപോവാണ്. അവളുടെ പേര് സാൻ എന്നാണ്. ഇപ്പോൾ സാൻ ഇവരെ കണ്ട് ഹീറോയോട് ആ മാപ്പും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഹീറോയോട് ചോദിക്കും, അല്ല നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ, ഈ സ്ഥലത്തെ പറ്റി ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഡർഫി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് എന്നോട് ഇത് പറഞ്ഞത്, അടുത്ത ദിവസം തന്നെ അവൻ സൂയിസൈഡ് ചെയ്തു, എന്നിട്ട് എങ്ങനെയാണ് ഇവർ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ ലീഡറായിട്ടുള്ള സാൻ ഉണ്ടല്ലോ, അവൾക്കൊരിക്കലും ഇവരിവിടെ വന്നതിനോടൊട്ടും താല്പര്യമില്ല. കാരണം പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ഒരു ദ്വീപ് ഇപ്പോൾ പുതിയ ആളുകൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം നശിക്കും എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് സാൻ ഇപ്പോൾ ഹീറോയോട് പറയുന്നത് വേറൊന്നുമല്ല, ഡർഫിയിലെ അവനാണ് ഈ ദ്വീപ് ഇവിടെ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചത്, എന്നിട്ട് ഞങ്ങളെല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നതും അവൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായി, അതിനെല്ലാം കാരണം അവനാണ്. പക്ഷേ അവൻ ഈ ഒരു മയക്കുമരുന്ന്, കഞ്ചാവ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിനു ശേഷം അവൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ ഒരു ദ്വീപിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നിട്ട് അവൻ ഈ ഒരു കമ്മ്യൂണിറ്റിയെ വിട്ട് പോവുകയും ചെയ്തു. സത്യത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും സർവൈവ് ചെയ്യാനുള്ള കാരണം പ്രൈവസിയാണ്. അങ്ങനെ അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിത രീതികളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയോട് ചോദിക്കും, അല്ല നീ ഈ ഒരു മാപ്പിനെ പറ്റി, അല്ലെങ്കിൽ ഈ മാപ്പ് വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവരോട് ഇല്ല, വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് കള്ളം പറയും. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് അത് കത്തിച്ചു കളയുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ നിൽക്കാനായിട്ടല്ലേ ഇവർ വന്നത്, അതുകൊണ്ട് ഇവരെയും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അവർ സ്വീകരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ മൂന്നുപേരെയും അടുത്തുള്ള ആ ഒരു ബീച്ചിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ മൂന്നുപേരും ആ ബീച്ചിനടുത്തേക്ക് ഓടി പോകുമ്പോഴാണ് ഡാർഫി പറഞ്ഞതുപോലെ സ്വർഗത്തിന് തുല്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞല്ലോ, അത് ഈ ഒരു ബീച്ചായിരുന്നു. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനവന്റെ സുഹൃത്തുക്കളും ആ ബീച്ചിനടുത്തിരുന്നിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരിക്കുകയാണ്. കാണിക്കുമ്പോൾ ആ ഒരു വലിയ മലകള് ഈ ബീച്ച് മറയ്ക്കുന്ന രീതിയിലാണ് ആരും അടുക്കി വെക്കുമല്ലോ, അതുപോലെയാണുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ആ ലീഡർ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിറ്റിയിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും ഒരുമിച്ച് വേണം ജോലി ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ആഹാരം കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീട് നിങ്ങൾ തന്നെ നിർമ്മിക്കണം. നമ്മൾ സെൽഫായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെ നിന്നും നഗരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ മാത്രമേ പോകാൻ പാടുള്ളൂ. അതും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീരുമ്പോഴത്തേക്കും അത് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ദ്വീപിനെ പറ്റി പുറത്തുള്ള ആരോടും പറയാൻ പാടില്ല. അതേപോലെ തന്നെ തിരിച്ചു വരണമെന്നും ആ ലീഡർ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കെല്ലാം വെളിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പണം എവിടുന്നാന്നാ ചോദിക്കുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആ ഒരു കഞ്ചാവുണ്ടല്ലോ, അത് വെളിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം വെച്ചിട്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവർ വാങ്ങുന്നത്. അതുമല്ല ആ ഒരു കഞ്ചാവ് കൃഷി നടത്തുന്നവരായാലും ഇവരോട് ആ ഒരു ഡീലിലാണ് ഈ ദ്വീപിൽ ജീവിക്കുന്നത്. കാരണം വെളിയിൽ നിന്നും ആരും ഇവിടേക്ക് വരാതെ അവർ ആ ഒരു കഞ്ചാവ് ചെടി അവിടെ കൃഷി ചെയ്യും, ഇവർ കൊണ്ടുപോയി വിൽക്കും, അതിൽ നിന്നുള്ള ലാഭം അവരും എടുക്കും, അതേപോലെ തന്നെ ഇവർക്കും കൊടുക്കും. എന്നിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ പുറത്തു നിന്ന് പുതുതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കഞ്ചാവ് കൃഷി നടത്തുന്നവരുണ്ടല്ലോ, അവരെന്തായാലും അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് ആ ലീഡർ പ്രധാനമായിട്ടും ആ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുത്. കാരണം പുറത്തു നിന്നാണ് നിങ്ങൾ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും നിങ്ങളെ കൊല്ലും. അവരുമായിട്ടുള്ള ആ ഒരു ഡീലിലാണ് നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്നത്. അതുമല്ല അവിടെയുള്ള ആ ഒരു കഞ്ചാവ് ഉണ്ടല്ലോ അതുപോലെ എടുക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ വിചാരിക്കുന്നത് എന്താണ്, ഞാനെന്തിനാ ഇവിടെ നിന്ന് പോകുന്നേ, അവരോട് ഒരു ബന്ധവുമില്ല, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നതാണ് ഹീറോ ചിന്തിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരെല്ലാവരോടും ആ 3 പേര് താമസിക്കാൻ തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ബീച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇവരുടെ പ്രധാന ഫുഡ് എന്ന് പറഞ്ഞാൽ മീനാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് ഇവരെല്ലാവരും
ഈ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഹീറോ തൻ്റെ ആ ഒരു വടി മുകളിലേക്ക് പിടിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അതുമല്ല ഹീറോ മീൻ പിടിക്കാനായിട്ട് നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. ഒരുപാട് മീൻ അവനെ പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും ആഹാരം കഴിച്ചിട്ട് ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമുകളെല്ലാം കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദ്വീപിൽ ഇതുപോലൊരു കമ്മ്യൂണിറ്റിയിൽ അവർക്ക് വേറെ എന്താണ് പണി? ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം, അതേപോലെ ആഹാരം കഴിക്കണം, പിന്നീട് എൻ്റർടൈൻമെൻറ്റ്. ഇത് തന്നെയാണ് ഓരോ ദിവസവും ഇവരെല്ലാവരും ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം. ഇതുപോലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോവില്ലയോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ഒരു ദ്വീപിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഹാപ്പി ആയിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതമാണ് ഹീറോയ്ക്ക്. എല്ലാം കിട്ടി, നല്ല സന്തോഷം. പക്ഷേ ഈ ദ്വീപിൽ ഹീറോയെ ഇഷ്ടമല്ലാത്ത ഒരേ ഒരുത്തനുണ്ട്. അത് വേറെ ആരുമല്ല, ആ ലീഡർ ഉണ്ടല്ലോ സാൻ, അവളുടെ ബോയ് ഫ്രണ്ട്. അവൻ്റെ പേര് ബഗ് എന്നാണ്. അവനിപ്പോഴും ഹീറോയെ കാണുമ്പോൾ ഇവനൊരു വേസ്റ്റാണ്, ഇവ വെറുതെ ഇവിടെ വന്നത് ഒരു പാഴ് ചെലവാണെന്നെല്ലാം പറഞ്ഞ് ഹീറോയെ എപ്പോഴും കളിയാക്കാറുണ്ട്. കാരണം ബഗ്ഗിന് അവനൊട്ടും ഇഷ്ടമല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ ഈ ഐലൻഡിലുള്ളവർ പുതുതായിട്ട് വന്ന ഇവർക്ക് 3 പേർക്കും ഒരു ടാറ്റു കൊടുക്കാൻ പോവാണ്. കാരണം അവരും ഈ കമ്മ്യൂണിറ്റിയിലെ ഒരാളായിട്ട് മാറിയല്ലോ. ഇപ്പോൾ ഹീറോയ്ക്കാണെങ്കിലോ ടാറ്റു അടിക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ടെങ്കിലും ഇത് അടിച്ചു കഴിഞ്ഞാലും അവൻ ഈ ഒരു സ്വർഗം പോലെയുള്ള സ്ഥലത്താണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആ വേദന എല്ലാം മറക്കും. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് രാത്രിയിൽ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, പേപ്പർ ലൈറ്റ്, അതെല്ലാം കത്തിച്ച് മുകളിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഈ സ്ഥലത്ത് ഹീറോയ്ക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടെങ്കിലും ഒരേ ഒരു കുറവ് മാത്രം അവനുണ്ട്. വേറൊന്നല്ല, അവൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ അവന് കിട്ടിയിട്ടില്ല. വേറെ ആരുമല്ല, ഹീറോയിൻ. അവളും ഏറ്റവും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് അതും കണ്ട് ഹീറോ അങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനടുത്തേക്ക് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, ഏയ് നീ എന്തിനാ ആ ഒരു പെണ്ണിനെ തന്നെ നോക്കിയിരിക്കുന്നത്? എന്തു പറ്റി, അവൾ നിനക്ക് അത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതെ ഇഷ്ടമാണ്. അപ്പോൾ കിറ്റി പറയും, അവളെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊന്നുമല്ല, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹീറോ പറയും, അതെ അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തായാലും ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാം എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ പെട്ടെന്ന് ലീഡറിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എന്നെ കൊണ്ട് ഒട്ടും കഴിയത്തില്ല, എൻ്റെ പല്ല് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്, എന്നെ എങ്ങനെയാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ദ്വീപ് വിട്ട് വേറെ എവിടേക്ക് പോകത്തില്ലല്ലോ. അതുകൊണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് പഴയ കാലത്തെ ആ ഒരു രീതി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അവൻ്റെ വായിൽ ആ ഒരു പല്ല് അങ്ങനെ പുഴുതെടുക്കുന്നു. എന്നിട്ട് അതിനുള്ള പച്ചമരുന്ന് കാര്യങ്ങളെല്ലാം വായിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ദ്വീപ്, ഹാപ്പിയായിട്ടുള്ള ജീവിതം, പക്ഷേ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ പോകാനോ മരുന്നുകൾ വയ്ക്കാനോ പെട്ടെന്ന് കഴിയണമെന്നില്ല. അതായിരിക്കും ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ ഹീറോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഹീറോയിൻ അവിടേക്ക് വന്നിട്ട്, ഹേയ് ഞാൻ നടക്കാൻ പോവാണ്, എന്നോടൊപ്പം വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അത്രയും സന്തോഷം. അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണും കൂടിയാണ് അവനെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹീറോ എഴുന്നേറ്റ് അവളോടൊപ്പം പോവാണ്. അങ്ങനെ നടന്ന് രണ്ടുപേരും ആ ബീച്ചിലൂടെ നടക്കുന്നു. അങ്ങനെ രണ്ടുപേരും നടന്ന് ആ ഒരു ബീച്ചിനടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ഇപ്പോൾ കുളിക്കാനായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങും. അവിടെ വെച്ചാണ് ഹീറോയിൻ മറ്റൊരു കാര്യം പറയുന്നത്. സത്യത്തിൽ അവൾക്കും ഹീറോയെ ഇഷ്ടം തന്നെയാണ്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് എങ്ങനെയുണ്ടാവും, സന്തോഷം താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്കിത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ വെള്ളത്തിൽ കിടന്ന് തന്നെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഈ ദ്വീപിലുള്ള മറ്റുള്ളവർക്കും പതിയെ പതിയെ മനസ്സിലായി തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും ഏറ്റുണ്ടല്ലോ അവനും ഈ കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും മുളവിട്ടുന്ന സമയത്താണ് ഏറ്റ് ഹീറോയെ നോക്കിയിട്ട് ആ കാര്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്, പക്ഷെ അത് എന്നോട് പറയാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതിൽ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് കുറച്ചുകൂടി സന്തോഷമായി. അപ്പോൾ ഹീറോ ആദ്യം ഒരുപാട് നേരം അവനോട് വേറെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നീ വേറൊന്നും പറയേണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന്. അങ്ങനെ അത് കഴിഞ്ഞൊരു ദിവസം ഇവരെല്ലാവരും മീൻ പിടിക്കാനായിട്ട് പോകുമ്പോഴാണ് വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്താൽ എന്താണ് പ്രശ്നമെന്നല്ലേ, ഇവർക്ക് മത്സ്യങ്ങളെയൊന്നും കാണാൻ കഴിയത്തില്ല. വെള്ളമല്ല ഈ കലങ്ങിയതുപോലെ ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് മീൻ പിടിക്കാൻ കഴിയത്തില്ല. മീൻ പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രധാന ഭക്ഷണം തന്നെ അതാണ്. അതുകൊണ്ട് ഇവർക്ക് വിഷം തരുന്നേ മതിയാവൂ. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഹീറോ പറയും, ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം, എന്തായാലും നമുക്ക് പോയി ശ്രമിക്കാന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഞാൻ പോയി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ആ മീനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, നല്ല കലങ്ങിയ വെള്ളം ആയതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഹീറോയെ കണ്ട് പേടിക്കുന്നത്. എന്താണെന്ന് നോക്കുമ്പോൾ ഹീറോയെ കണ്ടല്ല, അവന്റെ പിറകിലെ ഒരു സ്രാവ് വരുന്നു. ഇത് കടിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹീറോ ഇത് കണ്ട് പുറകിലേക്ക് നോക്കുന്നതും
പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹീറോയെ കണ്ട് കൈയടിക്കുകയും അവനെ പ്രശംസിക്കുകയെല്ലാം ചെയ്യാണ്. വേറൊന്നുമല്ല, അവനെ കടിക്കാനായിട്ട് വന്ന ആ ഒരു സ്രാവുണ്ടല്ലോ അതിനെ ഹീറോ കൊന്നു. അപ്പൊ അന്നത്തേക്കുള്ള ആ ഒരു ഭക്ഷണം അവർക്ക് എല്ലാവർക്കുമായി. അതുകൊണ്ടാണ് എല്ലാവരും ഹീറോയെ ഇപ്പോൾ പ്രശംസിക്കുന്നത്. അപ്പൊ ഇത് ബഗ് എന്ന് പറഞ്ഞാൽ അവനാണെങ്കിലോ ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയും, ഇതൊരു ചെറിയ സ്രാവായതുകൊണ്ടല്ലേ നീ അതിനെ പിടിച്ചേ, വലുത് വന്നിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ അവനെ നോക്കി തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഒരു ചെറിയ സ്രാവിനെങ്കിലും ഒന്ന് പിടിച്ചു കാണിച്ചേ എന്ന് പറയുമ്പോൾ അവൻ അയ്യോ പോലെ ആയിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവരുടെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അവള് വന്നിട്ട് എല്ലാവരോടും ഒരു കാര്യം പറയാണ്, നമ്മുടെ അരിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, അതെല്ലാം കേടായി പോയി, അതുകൊണ്ട് നമുക്ക് വേറെ വാങ്ങിയേ പറ്റൂ, എന്തായാലും ടൗണിലേക്ക് പോകണം, എന്നോടൊപ്പം ഒരാൾ വരണമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആർക്കും അവളോടൊപ്പം പോകാനായിട്ട് വലിയ താല്പര്യമില്ല. ഇപ്പൊ ആരെങ്കിലും ഒരാൾ ചെന്നല്ലേ പറ്റൂ. അവളുടെ ബോയ് ഫ്രണ്ടും അവളോടൊപ്പം പോകാനായിട്ട് തയ്യാറല്ല. അപ്പൊ അവൾ പെട്ടെന്ന് ഹീറോയെ വിളിക്കും, നീ എന്നോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ എന്തായാലും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ സഹായം ഇവർ ചെയ്തല്ലേ, അതുകൊണ്ട് അവരോട് എന്തായാലും പോവാന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരും പോകാനായിട്ട് തയ്യാറെടുക്കാണ്. അതുമല്ല ഇവർ പോയിട്ട് വരുമ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റെല്ലാം റെഡിയാക്കണം. ആ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ വരുമ്പോൾ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ലിസ്റ്റെല്ലാം റെഡിയാക്കി ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു ബോട്ടും എടുത്ത് നേരെ അവിടെ നിന്നും നഗരത്തിലേക്ക് വരികയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ആൾക്കൂട്ടം, ബഹളം, ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് അതൊട്ടും ശരിയാവുന്നില്ല. ഇതുപോലെ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു ഐലൻഡിലേക്ക് പോയത്. ഇപ്പോൾ തിരിച്ചിവിടേക്ക് വരുമ്പോൾ അതൊരിക്കലും അവനെ സഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഇവർ രണ്ടുപേരും ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ, മരിയ സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിയിട്ട് ഒരു ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. അങ്ങനെ മദ്യപിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഈ ഒരു മാപ്പ് വേറെ രണ്ടുപേർക്ക് വരച്ച് കൊടുത്തിരുന്നല്ലോ, അവരിപ്പോൾ അവരുടെ ഗേൾഫ്രണ്ടുമായിട്ട് ഈ ബാറിലേക്ക് വരുന്നു. ഹീറോയെ കാണുമ്പോൾ തന്നെ, ഹേ റിച്ചാർഡ്, നീയാണോ, ഞങ്ങളെ മനസ്സിലായോ എന്നെല്ലാം ചോദിച്ച് ഹീറോയോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, നീ തന്ന ആ ഒരു മാപ്പില്ലേ, ആ ദ്വീപിലേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. എന്തായാലും നീ ആ ഒരു സ്ഥലം കാണിച്ചു തന്നതില്ലേ, വളരെ സന്തോഷമുണ്ട്, അവിടേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹീറോയുടെ മനസ്സിൽ വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഹീറോ പറയും, ഹേയ് അങ്ങനെ ഒരു ദ്വീപൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, ഇല്ലില്ല അതുപോലെ ഒരു ദ്വീപുണ്ട്, ഞങ്ങൾ കുറെ അന്വേഷിച്ചു, എന്തായാലും ഞങ്ങൾ പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, നിങ്ങളോടല്ലേ പറഞ്ഞ് അങ്ങനെ ഒരു ദ്വീപില്ലാന്ന്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും, നിങ്ങൾ ഒരിക്കലും അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടുന്നതും അവർ പ്രത്യേകം നോക്കുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷമാണ് ആ ലീഡർ സാൻ ഹീറോയോട് ചോദിക്കുന്നത്, അവർ ഏത് ദ്വീപിനെ പറ്റിയാ സംസാരിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതുപോലെ ഞാൻ വരാൻ നേരത്ത് അവർക്ക് ആ മാപ്പ് കൊടുത്തിരുന്നു, പക്ഷെ പേടിക്കണ്ട, അവരെന്തായാലും അവിടേക്ക് വരത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു വിധത്തിൽ അവരെ സമാധാനിപ്പിച്ചേ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അതേ ബോട്ടിൽ തന്നെ ഈ ദ്വീപിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഈ ബോട്ടും കൊണ്ട് ഈ ദ്വീപിലേക്ക് വരാനായിട്ട് വലിയൊരു മലയുടെ ഭാഗമുണ്ട്, അതിനുള്ളിലൂടെയാണ് ഇവരാരും കാണാതെ ആ ദ്വീപിനുള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ രണ്ടുപേരും ആ ദ്വീപിലെത്തിയതിനു ശേഷം അവിടെയുള്ളവരുടെ പ്രധാന സംസാരം വേറൊന്നുമല്ല, ഇവര് രണ്ടുപേരും ഒറ്റയ്ക്ക് വെളിയിൽ പോയല്ലോ, അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിലേഷനായിട്ട് നടന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഹീറോയുടെ ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, ഹേയ് നീ അത് വിശ്വസിക്കുന്നുണ്ടോ, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ദ്വീപിലൊരു ഭയങ്കരമായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, രണ്ടുപേര് ഈ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങി. ആ സമയത്ത് വലിയൊരു സ്രാവ് വന്ന് അതിലൊരാളുടെ കാല് പൂർണ്ണമായിട്ട് കടിച്ചെടുത്തോണ്ട് പോയി. രണ്ടാമത്തവനാണെങ്കിലും ചെറിയ പരിക്കം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആളെ ഇവർ കണ്ടുപിടിച്ചില്ലായിരുന്നു. അപ്പൊ അത് അറിയാൻ വേണ്ടി ഹീറോ ഈ രക്തം കിടപ്പുണ്ട് അത് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവൻ അവിടെ ബോധമില്ലാതെ കിടക്കാണ്. അപ്പൊ അവനെയും പൊക്കിയെടുത്ത് തിരിച്ചിവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടാണ് ഈ ലീഡർ പറയുന്നത്, എന്തായാലും നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, പക്ഷെ അവിടെ ചെന്നാൽ ഈ ദ്വീപിനെ പറ്റി ഒരിക്കലും നിങ്ങൾ ഡോക്ടറോട് പറയരുത്. അപ്പോൾ അവൻ പറയും, ഇല്ല എനിക്ക് ഈ ഒരു ദ്വീപിൽ നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല, എന്നെ കൊണ്ടുവരുത്, എനിക്ക് വെള്ളം പേടിയാണ്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറയുമ്പോൾ സാൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ടുപോകുന്നില്ല, നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കൂടുതൽ ആ ഒരു കാല് ഒരുപാട് മുറിഞ്ഞു പോയല്ലോ. പാവം, അവൻ അധികം നേരം പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞില്ല, അവൻ മരിച്ചുപോയി. അതുകൊണ്ട് അവന്റെ ശരീരം അവിടെ കുഴിച്ചിട്ടിട്ട് എല്ലാവരും വിഷമത്തോടെ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് മരിച്ചുപോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദനയുള്ളൊരു മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കാലിന് ചെറിയ പരിക്കുള്ളവൻ അവന് വേദന സഹിക്കാൻ കഴിയാതെ അവൻ അലറി വിളിക്കുന്നുണ്ട്. അവന്റെ വേദന കണ്ടിട്ട് ഇവർക്കും അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അവന്റെ ആ ഒരു ശബ്ദം ഇവരെല്ലാവരും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നറിയോ, അവനെ അടുത്തുള്ള കാടിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഒരു ടെന്റ് വെച്ചിട്ട് അതിനകത്താണ് അവനെ കിടത്തുന്നത്. കാരണം അവന്റെ ആ ഒരു ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി. എന്തായാലും അവനെ ഒറ്റയ്ക്ക് അവിടെ വിടത്തില്ല. എല്ലാ ദിവസവും ഓരോരുത്തർ വന്നിട്ട് അവനെ നോക്കുന്നുണ്ട്, കുഴപ്പം വല്ല ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ ഹീറോ ഉറങ്ങി കിടക്കുമ്പോൾ സാൻ അവിടേക്ക് വന്നിട്ട് അവനെ വിളിച്ച് വേറെ എവിടേക്ക് കൊണ്ടുപോകുന്നു. ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ബൈനോക്കുലർ എടുത്ത് നോക്കാൻ പറയുമ്പോഴാണ് ഹീറോ ഞെട്ടുന്നത്. വേറെ ഒന്നല്ല, അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ഒരു സർഫ് ചെയ്യുന്നവരുണ്ടല്ലോ
അവര് ഈ ദ്വീപിലേക്ക് വരാൻ വേണ്ടി മറ്റൊരു ദ്വീപിലേക്ക് നിന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോ നല്ലതുപോലെ പേടിക്കും. അപ്പോൾ സാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിവിടേക്ക് വരാനുള്ള പ്രധാന കാരണം നീയാണ്. അതുകൊണ്ട് അവരിവിടെ വരാതെ നോക്കേണ്ടതും നിന്റെ ചുമതലയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ തന്നെ ഇത് നോക്കണമെന്ന് പറഞ്ഞ് സാൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു ബൈനോക്കുലറും വെച്ച് ഇവരിവിടേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ തന്നെ ഇരുന്ന ഹീറോയ്ക്ക് എന്തോ മെന്റലി ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഈ ദ്വീപിലേക്ക് അവർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ ദ്വീപിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ അവരിവരെ കണ്ടാല് നടക്കുന്ന ആ ഒരു പ്രശ്നം, ഇതെല്ലാം ആലോചിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് അവനിപ്പോൾ എന്തൊരു ഗെയിമിലുള്ളതുപോലെയാണ് അവൻ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ കാടാണ് ബാറ്റിൽ ഫീൽഡ്. അതിലെ എനിമീസ്, ആ കഞ്ചാവ് കൃഷി ചെയ്യുന്നവര്, ഇവൻ രക്ഷിക്കേണ്ടത് ഇവിടേക്ക് വരുന്ന അവരുടെ സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് കണ്ടുപിടിക്കണം. ഇതുപോലെയെല്ലാം ഹീറോ ചിന്തിച്ചിട്ട് അവൻ ഈ ഒരു ഗെയിമിലുള്ളതുപോലെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് പുഴുവിനെല്ലാം പച്ചയ്ക്ക് തിന്നുന്നു. അതേപോലെ തന്നെ ഡർഫി എന്ന് പറഞ്ഞിട്ട് അവന്റെ രൂപത്തെ കാണുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഹീറോയുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാല് അവന്റെ സുഹൃത്തുക്കള് ഒരു ചെറിയ ബോട്ട് പോലെ എന്തോ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് അവരതിൽ തുഴഞ്ഞു ഈ ദ്വീപിലേക്ക് വരുന്നു. ഈ ദ്വീപിലേക്ക് വന്ന അവർക്ക് 4 പേർക്ക് അത്രയും സന്തോഷം. കാരണം ഇവരും ഇതുപോലെ തന്നെ ആ ഒരു കഞ്ചാവ് ചെടിയെല്ലാം കാണുന്നുണ്ട്. കണ്ടിട്ട് അവര് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ കഞ്ചാവ് കൃഷി നടത്തുന്ന ആളുകളുണ്ടല്ലോ അവര് ഇവരെ കാണും. അവര് കണ്ടുകൊണ്ടേ തന്നെ തോക്ക് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവർ പറയും, ഹേയ് ഞങ്ങള് വെറും സാധാരണക്കാരാണ്, ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പണമാണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് പണം എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ പണം കൊടുക്കുന്നവനെ ഒരുത്തൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെയും ഇതുപോലെ ബാക്കിയുള്ളവർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതിൽ പെണ്ണെന്നോ ആണെന്നോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരെയും കൊല്ലും. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ട നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് പേടിയായി. കാരണം ഇവരെ പറ്റി അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും കൊല്ലും. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. അതുകൊണ്ട് ഇവരെല്ലാവരും താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ഹീറോ നല്ല വേഗതയിൽ ഓടാണ്. വെള്ളച്ചാട്ടം കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വരുന്നു. അങ്ങനെ ഹീറോ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഇവിടെ വന്നിട്ട് ഇവരെല്ലാവരും ഇവിടെ വന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ ആരംഭിച്ച് 6 വർഷമായി. അതിൻ്റെ ഒരു ആഘോഷമാണ്. ഹീറോ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ടിട്ട് ഇവർ മാത്രം ഇവിടെ സേഫായിട്ട് താമസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്കും അവൻ്റെ സുഹൃത്തുക്കൾക്കും അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന് ആ കൃഷിക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഇവിടേക്ക് നല്ല ദേഷ്യത്തോടെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും കൊല്ലും. അപ്പോൾ ഇവർ ചോദിക്കും, ശരി ആ കാടിനകത്തുള്ള അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ പൊക്കിയെടുത്ത് ഇവിടെ നിന്ന് പോകുന്ന കാര്യം വളരെ പാടാണ്. അപ്പോൾ ഇവർ 3 പേര് തീരുമാനിക്കും അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് ഇവൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലാന്ന് പറഞ്ഞ് വേറെ വഴിയില്ലാതെ അവന് ശ്വാസം മുട്ടിച്ച് അവനവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൃഷിക്കാരെല്ലാം ഇവിടേക്ക് വരുന്നു. ആ ഒരു കഞ്ചാവ് വളർത്തലോ അവരാണ്. അവരിതിനകത്തേക്ക് വന്നിട്ട് അവർക്ക് നല്ല ദേഷ്യം. കാരണം ഇപ്പോൾ ഈ ഒരു ദ്വീപിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്, അവരുടെ കയ്യിലെല്ലാം മാപ്പൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം തരാം, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ദ്വീപിൽ നിന്ന് പോകണം എന്ന് സാനിനോട് പറയുമ്പോൾ സാൻ പറയും, ഇല്ല ഞാൻ ഒരിക്കലും ഈ ദ്വീപ് വിട്ട് പോകത്തില്ല എന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ലീഡർ ഒരു തോക്കും എടുത്ത് സാൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ശരി ദേ ഈ തോക്ക് പിടിക്ക്, എന്നിട്ട് നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇവനെ നീ ഷൂട്ട് ചെയ്ത് കൊല്ലണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ വിടാം. ഇത് ഇനി പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം, നിങ്ങൾ വേണം അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു തോക്ക് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സാനിന്റെ ബോയ് ഫ്രണ്ടിന് നല്ല സന്തോഷമായി. അവൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുന്നതും സാനും ആദ്യം കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി അവൾക്ക് ഇവിടെ വിട്ട് പോകാനായിട്ട് താല്പര്യമില്ല. അതെല്ലാം കൊണ്ട് അവൾ ആ തോക്കെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൽ ബുള്ളറ്റ് ഇല്ല. അങ്ങനെ മനഃപൂർവ്വം അയാളത് കൊടുത്തതാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും വിശ്വാസം ഇല്ലാതാവാൻ വേണ്ടി. ഇത് കാണുന്ന മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത്? ഇവർക്ക് പരസ്പരം വിശ്വാസമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് ഒരിക്കലും നിൽക്കണ്ടെന്ന് തീരുമാനിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഈ സ്ഥലം വിട്ട് പോകാനായിട്ട് തയ്യാറെടുക്കാണ്. പക്ഷെ ആ ഒരു ലീഡർ മാത്രം അവള് ഇവിടെ തന്നെ താമസിക്കും. അങ്ങനെ എല്ലാവരും ഒരു വലിയ ചങ്ങാടെല്ലാം റെഡിയാക്കി അത് വെച്ച് ഈ ദ്വീപ് വിട്ട് എല്ലാവരും വെളിയിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ഹീറോ ഒരു ഇന്റർനെറ്റ് കഫേയിലിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് അവന്റെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. എന്താണെന്ന് അവനെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവരെല്ലാവരും ആ ദ്വീപിൽ വെച്ചിട്ട് ഒരു ദിവസം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. ഇപ്പൊ ആ ഫോട്ടോയാണ് അവൻ അയച്ചിട്ടുള്ളത്. ഇതുപോലെ ബാക്കി എല്ലാവർക്കും ആ ഫോട്ടോ അയച്ചിട്ടുണ്ടാവും. അങ്ങനെ അതും കണ്ട് ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ച് ഹീറോ അങ്ങനെ ഇരിക്കുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും, ഇതുപോലൊരു സ്ഥലം അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയുന്നു, വേറെ ആരുടെ ശല്യമില്ല, അത് സ്വർഗം പോലൊരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്തായാലും കമന്റ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ലോഗോ ഒരെണ്ണം ഞാൻ കാണിച്ചിരുന്നല്ലോ, ചാനലിലെ ലോഗോ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും ഞാൻ കുറച്ചുകൂടി എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
ചാനലിൻ്റെ ലോഗോ എന്തായാലും മാറ്റും. അതിൽ ഒരുപാട് പേര് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ലോഗോ മാറ്റണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.